ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 32ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈശോനാഥൻ ഈ രണ്ടാം വരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ അതിൻ്റെ ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യപുത്രന്റെ ദിവസങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരെ എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ, ഇതാ ഇവിടെ എന്നൊക്കെ അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും വരുത് എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, ഈ രണ്ടാം വരവ് പറൂസിയയെ കുറിച്ച് ഈശോ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസങ്ങളിൽ മനുഷ്യപുത്രനും. വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യം ഈശോ പറയുകയാണ്, ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. ഇവിടെ ഈശോ പറയാതെ പറയുന്നൊരു വസ്തുതയുണ്ട്. മിന്നൽ പിണർ, ലൈറ്റ്നിങ്, മിന്നൽ. നമ്മൾ ഈ മിന്നലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മിന്നൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പിറകെ ഇടിമുഴക്കവും ഉണ്ടായിരിക്കും. മിന്നൽ പിണർ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. മിന്നൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ഒരു മേഘഗർജനം എന്നൊക്കെ വിളിക്കുന്ന ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇടിമുഴക്കം സത്യത്തിൽ തണ്ടർ അല്ലെങ്കിൽ ഇടിമുഴക്കം എന്ന് പറയുന്നതിനെ നമ്മൾ ബൈബിളിലൊക്കെ വോയിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 4-5 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 29-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, വെളിപാട് 14:2, വെളിപാട് 19:6. ഈ വെളിപാട് 14:2 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈ ഇടിമുഴക്കത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു, വീണക്കാർ വീണ മീട്ടുന്നത് പോലെ ഒരു സ്വരം. അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ ചിന്തിക്കും, ഇടിമുഴക്കവും വീണാദവും ഒരുപോലിരിക്കും എന്നുള്ള നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, സ്വർഗത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, വലിയ ഇടിനാദം പോലെ ഒരു സ്വരം, ഇടിനാദം പോലൊരു സ്വരം. നമ്മളിത് മനസ്സിലാക്കേണ്ടത് വെളിപാട് 14:2 നമ്മൾ വായിക്കുന്നത്. ലൂക്ക 4:14 തിരിച്ചിടുമ്പോൾ ലൂക്ക 4:14 നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ആകാശത്തു നിന്ന് കേൾക്കുന്ന വേറൊരു സ്വരം നമുക്ക് കാണാൻ സാധിക്കും. 4:2-14 വെളിപാട് 14:2 ഇടിനാദം പോലെ ഒരു സ്വരം ഞാൻ കേട്ടെന്ന് പറയുന്നത്. ലൂക്ക 2:14 നമ്മൾ വായിക്കുന്നതിനാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇപ്പൊ ഇതൊരു അറിയിപ്പാണ്. ഈശോ ജനിക്കുമ്പോൾ ആകാശത്ത് നിന്നും ഒരു സ്വരം കേൾക്കുന്നുണ്ട്. അറിയിപ്പ് ഇതാണ്: ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അവർക്ക് സമാധാനമായിട്ടിരിക്കാം. ഇതൊരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈശോ രണ്ടാം വരവിൽ വരുമ്പോൾ ഒരു അറിയിപ്പ് ഉണ്ടാവുകയാണ്. വെളിപാട് 14:2, ലൂക്ക 2:14 ആണെങ്കിൽ ഇവിടെ വെളിപാട് 14:2 പറയുന്നത് ആകാശത്തു നിന്നും ഇടിനാദം പോലെ ഒരു സ്വരം കേൾക്കും, മിന്നൽ പിണർ പോലെ ദൈവപുത്രൻ ഇങ്ങനെ കടന്നു പോകും ആകാശത്തിന്റെ ഒരറ്റത്ത് മറ്റേറ്റത്തേക്ക്. മിന്നൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഇടിമുഴക്കം ഉണ്ടാവും. ഈ ഇടിമുഴക്കത്തെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. വിധി പ്രസ്താവന. രാജാവ് മഹത്വത്തോടുകൂടി സിംഹാസനത്തിൽ എഴുന്നള്ളിയിരുന്നിട്ട് തന്റെ മുമ്പിൽ നിൽക്കുന്നവരെ ചെമ്മരിയാടുകളെന്നും കോലാടുകളെന്നും രണ്ടായി തിരിക്കും എന്ന് പറയുന്നത് വിധി തുടങ്ങിയാണ്. അപ്പൊ വിധി പ്രസ്താവിക്കും. ഇപ്പൊ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടായിരിക്കുന്ന ആദ്യമേ തന്നെ ആകാശത്ത് നിന്നൊരു പാട്ട് കേട്ട് കഴിഞ്ഞു. എന്നാൽ അത് ചെയ്യാതിരുന്ന, സന്മനസ്സോടുകൂടി പ്രവർത്തിക്കാതിരുന്നവരെ വിധി പ്രസ്താവിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വിധി പ്രസ്താവിച്ചിട്ട് ദൈവം വേർതിരിച്ച് നിർത്തിയിട്ട് അവരെ ഈ ഇടിനാദം വിധി പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാം വരവിൽ മിന്നൽ പിണർ പോലെ ദൈവപുത്രൻ നീങ്ങും, അതിനുശേഷം ഇടിമുഴക്കം ഉണ്ടാവും. അത് നമ്മൾക്ക് മേലുള്ള വിധി പ്രസ്താവനയാണ്. ആ വിധി പ്രസ്താവനയെ നമ്മൾ തീഷ്ണതയോടുകൂടി ധ്യാനിക്കുക. ഒരു കാര്യം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാം. ബൊവണർഗസ് എന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. സെബദി പുത്രന്മാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ബൊവണർഗസ്. ഈ ബൊവണർഗസ് എന്ന വാക്കിന്റെ അർത്ഥം സൺസ് ഓഫ് തണ്ടർ എന്നാണ്, ഇടിനാദത്തിന്റെ മക്കൾ എന്നാണ് ആ വാക്ക്. യാക്കൂബിനെയും യോഹന്നാനെയും സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈറ്റിലാണത്.
കാരണം അവരത്രയും തീഷ്ണവതികളായിരുന്നു. അവരുടെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ തീഷ്ണത നിറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഇടിനാദത്തിന്റെ മക്കൾ, സൺസ് ഓഫ് തണ്ടർ എന്ന് വിളിക്കുന്നത്, ബോവനർഗസ്. അപ്പോൾ ഈ ബോവനർഗസ് എന്ന വാക്ക് നമുക്ക് ഒന്ന് ഈ ഒരു ഭാഗമായിട്ട് ചേർത്ത് ചിന്തിക്കാം. അതായത് ഇടിമുഴക്കത്തിന്റെ മക്കളായി ജീവിക്കാനാണ് നമ്മളെ തിരുസഭ ക്ഷണിക്കുന്നത്. കാരണം മിന്നൽ പിണർ പോലെ അവൻ പായുമ്പോൾ അതിനുശേഷം ഇടിമുഴക്കത്തിന്റെ വിധി പ്രസ്താവിക്കപ്പെടുന്ന സമയത്ത് ആ ഇടിമുഴക്കത്തെ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇടിമുഴക്കത്തിന്റെ മക്കളായി ജീവിക്കുക, ബോവനർഗസായി ജീവിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തുക. നീതി ഉണ്ടായിരിക്കുക, കരുണയുണ്ടായിരിക്കുക, വിശ്വസ്ത പുലർത്തുക. അങ്ങനെ നമുക്ക് ബോവനർഗസായി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ മിന്നൽ പിണറിൽ ശേഷം വരുന്ന ഇടിനാദം നമ്മെ ചേർത്ത് പിടിക്കും. മേഘഗർജനത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.